Watch India's largest kids library only on Jio Hotstar. Download the app now. രത്നം പതിച്ച മോതിരവും നീ ആരാണ്? ഞാനാണ് മന്ത്രവാദി ജോജോ. നീ എന്നെ ഇപ്പോൾ അണിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നെ ഓർമ്മയിലിരിക്കട്ടെ, നിനക്ക് വേണ്ടി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കരുത്. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചോദിക്കാം. പക്ഷെ എന്ത് ചോദിച്ചാലും കിട്ടുമോ എനിക്ക്? എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷെ ഒന്നോർത്തോ, ഈ മോതിരത്തെ പറ്റി ആരുടെ അടുത്തും പറയാൻ പാടില്ല. പറഞ്ഞാൽ നിനക്ക് ദോഷം സംഭവിക്കും. ഓക്കെ ഓക്കെ, ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. എന്റെ പത്ലു, ഞാൻ നല്ലൊരു അടിപൊളി കഥ പറഞ്ഞു തരാം, കേക്ക്. ഈ മോതിരത്തെ പറ്റി ആരുടെ അടുത്തും പറയാൻ പാടില്ല. പറഞ്ഞാൽ നിനക്ക് ദോഷം സംഭവിക്കും. ഓഹോ, ഈ മോതിരത്തിനെ കുറിച്ച് പത്ലുവിന്റെ അടുത്ത് പറയാൻ പറ്റൂലല്ലോ. പറഞ്ഞില്ലെങ്കിൽ എന്റെ തല പൊട്ടിപ്പോവല്ലോ. എന്താ ചെയ്യാ? ശരി, അവൻ ചോദിക്കാനായിട്ട് ഇതവൻ കാണുന്നത് പോലെ വയ്ക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവൻ ചോദിക്കും ഇതെന്താണെന്ന്. ഓഹോ, ഞാൻ എത്ര വലിയ ബുദ്ധിമാനാണല്ലേ. എന്റെ പത്ലു, ഇന്ന് ഈ കാലാവസ്ഥ എന്ത് മനോഹരമാണല്ലേ. നല്ല രസമുണ്ടല്ലേ. ആ കാലാവസ്ഥയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ മുഖത്തിന് നേരെ കാണിക്കുന്ന നിന്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്ക്. വേഗം വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. എന്നാ ഞാൻ ഈ പാവങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കട്ടെ. അവർക്കൊക്കെ അത് വലിയ കാര്യമായിരിക്കും. പക്ഷെ എങ്ങനെ സഹായിക്കും? ആ മാന്ത്രികന്റെ അടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചില്ലല്ലോ. ഐഡിയ, ഇത് ശരിയായിരിക്കും. മോതിരമേ, എനിക്ക് പണം നിറച്ചുള്ള ഒരു ബാഗ് തരൂ. പറയുന്നത് പോലെ ഇതാ പിടിച്ചു. അതെ, നിങ്ങളോടാണ്. ഒന്ന് നിന്നേ. നിങ്ങളുടെ ആ പ്ലേറ്റ് ഇങ്ങോട്ട് തന്നേ. അല്ല, ഈ പ്ലേറ്റ് കൊള്ളാലോ. ഇതെവിടുന്ന മേടിച്ചത്? എനിക്ക് തരുവോ? രാവിലെ തന്നെ നല്ലൊരു കച്ചവടം ഉറപ്പിച്ചേക്കാം. എത്രക്കാണെങ്കിൽ നിങ്ങൾ ഇത് വിൽക്കും? ഇതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? 2-3 രൂപ അങ്ങോട്ട് തന്നേക്കൂ. അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതിന്റെ വില ലക്ഷങ്ങളാണ്, അറിയോ? ഞാൻ ഇതിന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നേക്കാം. ഇതെന്താ ചെയ്ത്? ഇയാള് ഇതുവരെ 10,000 രൂപ കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ അടുത്താണ് നിങ്ങൾ 10 ലക്ഷം രൂപ പറയണേ. നിങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേ? ഞങ്ങൾ ഈ പാവങ്ങളെ വെറുതെ കളിപ്പിച്ചതല്ലേ? ഒറിജിനലാ മാഷേ, ശരിക്കും ഒറിജിനൽ. നിന്റെ ഈ കമ്പിളി ഒന്ന് നോക്കട്ടെ. ഇത് സാധാരണ കമ്പിളി അല്ലല്ലോ. അതെ, ഇത് ഈജിപ്തിലെ രാജാവിന്റെ കമ്പിളിയാണ്, അറിയോ? പിന്നെ മാഷേ, നിന്റെ ഈ വടിയുണ്ടല്ലോ, അതും ഈജിപ്തിലെ രാജാവിന്റെയാ. ഇന്ന് പിടിച്ചോ, ഇതിനൊക്കെ 10 ലക്ഷം രൂപ. എന്നാ വാങ്ങിച്ചോ. നീ വാങ്ങിച്ചോ. എന്നിട്ട് ഈ പുരാതന വസ്തുക്കളൊക്കെ എനിക്ക് തന്നേക്ക്. മടിക്കണ്ട. താനിങ്ങനെ ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ തമാശയൊക്കെ കളിച്ച് അവരെ മയക്കാൻ നോക്കരുത് കേട്ടാ. വേഗം എണീക്ക്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ആരെയും സഹായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ അത് മറന്നോ? ഇല്ല ജോജോ ചേട്ടാ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ചുമ്മാ ഷോപ്പിംഗ് ചെയ്യുവല്ലേ. അത് ശരി, ഇതിന് ഷോപ്പിംഗ് എന്നാണോ പറയുക? ഇത്രയും രൂപയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ സുഖമായല്ലോ. അടിപൊളി.
മോട്ടു, നീ ഇത് എവിടേക്കാ പോയിരുന്നേ? നിന്നെ കാണുമ്പോ ആരുടെ കയ്യിൽ നിന്നോ നല്ല മടി വാങ്ങിട്ട് വന്നത് പോലെ ഉണ്ടല്ലോ. ഓ, അതൊന്നും ചോദിക്കണ്ട പത്തില്, ഒന്നും ചോദിക്കണ്ട. എനിക്ക് എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? എന്നെ വീട്ടിൽ പോകാൻ അല്ല, നീ വീണ്ടും വീണ്ടും നിന്റെ കൈ എന്തിനാ എന്റെ മുഖത്തിന് നേരെ നീട്ടുന്നത്? ജോൺ അവിടെ നിൽക്ക്, ജോണിനെ പിടിക്കൂ, പിടിക്കൂ 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 പിടിക്കൂ. മോതിരമേ, എനിക്കൊരു റോളർ സ്കേറ്റിംഗ് വേണം. അതിലൂടെ ചെന്ന് എനിക്ക് ആ ജോണിനെ പിടിക്കണം. എന്നിട്ട് ഇടിച്ചവനെ എനിക്ക് പപ്പടമാക്കണം. അതിനുശേഷം ചിങ്കം സാറിന്റെ അടുത്ത് അവനെ കൊടുക്കണം. മാന്ത്രികൻ ജോജോ ഇത് അറിയാനും പോകുന്നില്ല. കൊള്ളാം, നല്ല ഐഡിയ ആണല്ലോ. എന്റെ മോട്ടു, നീ ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. മോതിരമേ, എനിക്ക് ഒരു റോളർ സ്കേറ്റിംഗ് തരൂ. അവിടെ നിൽക്ക. എന്നത് താഴേക്ക് ഇറക്ക്, നിർത്താൻ. സോറി, എനിക്കിപ്പോ നിക്കാൻ പറ്റൂല. ഇതൊക്കെ ആ മാന്ത്രികൻ ജോജോയുടെ വേലയാണ്. ആരെങ്കിലും എന്നെ ഒന്ന് നിർത്തൂ. അല്ല, ഈ മാന്ത്രികൻ ജോജോ ആരാണ്? ഒക്കെ ഈ മോതിരം കാരണം ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. മാന്ത്രികൻ ജോജോയുടെ അടുത്ത് ഈ ജോലി ചെയ്യാൻ വേണ്ടി പറ മോട്ടു. ഓക്കെ, ഞാൻ ഏറ്റു. ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആയിക്കോ. ഇനിയും ഒരുപാട് പേരോട് എന്റെ കാര്യത്തെ പറ്റി പറ. ഇപ്പൊ നീ എന്റെ അടിമയാണ്. ഞാൻ എവിടെ പറയുന്നുവോ അവിടെ നിനക്ക് പോകാനാവൂ. ഐഡിയ. മാന്ത്രികൻ ജോജോയുടെ അടുത്ത് ചന്ദ്രനെ അടിമയാക്കാൻ പറ. ജോജോ, നിനക്ക് വേണേ ഞങ്ങളെ അടിമയാക്കി മാറ്റാം. പക്ഷെ നീ വലിയ ബലശാലിയൊന്നും അല്ല. കാരണം നിനക്ക് ആ മൂണിനെ അടിമയാക്കാൻ പറ്റുമോ? പക്ഷെ നിനക്ക് ആ മൂണിനെ അടിമയാക്കാൻ പറ്റിയാൽ നിന്റെ കഴിവിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കാം. ഇത്രയും നിസ്സാരമായ ഒരു കാര്യമോ? ശരി സുഹൃത്തുക്കളെ, ഇനി താഴോട്ട് ചാട്. എത്ര നേരാന്ന് വെച്ചാ നമ്മുടെ മോട്ട് നമ്മളെങ്ങനെ ഏച്ചി നിൽക്കുക. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇവരെന്നെ വിഡ്ഢിയാക്കി കളഞ്ഞല്ലേ? ഇവന്മാർ അതിഭയങ്കരന്മാരാണല്ലോ. എന്നെ പോലും വിഡ്ഢിയാക്കി.
തന്നില്ലായിരുന്നെങ്കിലേ ആകാശത്തിൽ ഇരുന്നോണ്ട് ഇപ്പൊ നക്ഷത്രങ്ങൾ തന്നെയാണ്. നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് മറക്കണ്ട മോട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.